എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഒരു അരമണിക്കൂർ അരമണിക്കൂർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒച്ചപ്പാടൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഫോറസ്റ്റുകാർ വരാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ ചിലപ്പോൾ അങ്ങനെ അരമണിക്കൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ ഒരു കാര്യം. ഞാനുണ്ട്, എന്റെ വൈഫുണ്ട്, എന്റെ മോനുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അവരൊക്കെ എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാം ഉണ്ടായി. ഒരു പ്രത്യേക സ്വഭാവം അത്. ആന തുണി കടിച്ചു കഴിച്ചല്ലേ? അലക്കിട്ടിരുന്ന തുണിയത് ഇവിടെയൊക്കെ ചവിട്ടിയ പാട് നമുക്ക് കാണാം കേട്ടോ. ചവിട്ടി പോയ അതിൽ ഇറങ്ങി വന്ന് ഇതിന്റെ ഉള്ളിൽ കയറി, ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെയാണ് കാസ്റ്റ് ഇട്ടത്. അതിന്റെ ഉള്ളിൽ കയറി ഇവിടെ കാസ്റ്റ് ഇട്ട് എന്നിട്ടാണ് ഇവിടെ ഇത് കുത്തി കണ്ടത്. ഇത് കുത്തി പൊളിച്ചതാ. ഇത് കടയുന്നില്ല, ശരി കടയുന്നില്ല. ഈ വാതിൽ ഉന്തി തള്ളിയപ്പോൾ ഞാൻ വാതിലെടുത്ത് ഞാനും എനിക്ക് ആന നമുക്ക് എതിർത്ത് നിൽക്കാനാവില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫാമിലിനെ ഓർത്തിട്ട് ഞാൻ എന്താക്കി ആ വാതിൽ തള്ളി പിടിച്ചു, ഞാനും തള്ളി പിടിച്ചു. അപ്പോൾ എന്തൊക്കെ അങ്ങോട്ട് തള്ളുന്നത്, ഞാൻ അവിടെ ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയോട് നെയ്ച്ചിട്ട് ഞാൻ പറഞ്ഞു ബേക്ക് ഫസ്റ്റ് വാതിൽ തുറക്കുന്നു പറഞ്ഞു. ഫാമിലിയൊക്കെ വേക്കോട്ട് പോയപ്പോൾ എന്താക്കി അവിടെ പോയിട്ട് വാതിൽ തുറക്കുമ്പോൾ ആന ഈ സൗണ്ട് കേട്ട് വന്നു. ആന സ്മെല്ല് സൗണ്ട് കേട്ട്. അപ്പോൾ എന്താക്കി ആന ഇവിടുന്ന് നേരെ അങ്ങോട്ട് വേക്കോട്ട് പോയപ്പോൾ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തോൽപ്പെട്ടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ബാർഗിരി ഉദയഗിരി ആ ഭാഗത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയിട്ട് ഒരു വീടിൻ്റെ വാതിൽ കുത്തിപ്പൊളിക്കുകയും അതുപോലെ തന്നെ വീടിൻ്റെ മുമ്പിലൊക്കെ ഒത്തിരി നാശനഷ്ടം വരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരു ഹൈറ്റ് കുറഞ്ഞ കുള്ളൻ കൊമ്പൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ആനയാണ്. ഇവിടെ സ്ഥിരമായിട്ട് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആനയാണ്. അപ്പോൾ ആന കഴിഞ്ഞ ദിവസം ഈ ഒരു ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് വീട്ടിൽ കുറേ നാശനഷ്ടം കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് ഞാനെടുത്ത വിഷ്വൽസ് അതാണ് എനിക്ക് ഒരു വിഷ്വൽസ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി നാശനഷ്ടം അവർക്ക് ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോകാം, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. എന്നിട്ട് അവരോട് നേരിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഈ റോഡെന്ന് പറയുന്നത് നമ്മൾ തോൽപ്പെട്ടിയിൽ നിന്ന് അരണപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് ഉദയഗിരി ബാർഗിരി ആ ഒരു മേഖലയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ നിന്നാണ് ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടായ വീട്ടിലേക്ക് പോകുന്നത്. ഇല്ല, ഈ കാണുന്ന വീട്ടിലാണ് സംഭവം ഉണ്ടായത്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോവാം. ഇതിലെ കേട്ടോ ആന ഇറങ്ങിപ്പോയത്. ചവിട്ടി ഇറങ്ങിപ്പോയ കാൽപ്പാടൊക്കെ കാണാം. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ആന ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ 1.5 കിലോമീറ്റർ അപ്പുറയാണ് ഫോറസ്റ്റ് ഉള്ളത്. ആനയുടെ കാൽപ്പാടും മറ്റുമൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതിലെ ചവിട്ടിയാണ് ആന ഇറങ്ങി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി കേട്ടോ ആന വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങിയാണ് ഈ വീട്ടിലേക്ക് ആന പോയത്. ഇവിടെയാണ് ആന കഴിഞ്ഞ ദിവസം വന്ന് വലിയ അക്രമങ്ങളും വലിയ എന്താ പറയുക കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അബ്ദുൽ സമദ്, ഡ്രൈവർ. ഓക്കെ, ഇത് എന്നാണ് സംഭവം നടന്നത്? മിനിഞ്ഞാന്നല്ലേ? അപ്പോൾ എന്താണ് എത്ര മണിയായപ്പോൾ? ഒരു 1:30 കഴിഞ്ഞു. 1:30 പുലർച്ചെ. ആനനെ നേരിട്ട് കണ്ടോ? ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് അങ്ങനെ തുറക്കാൻ എന്താ പറഞ്ഞാൽ ഉള്ളിൽ ഫാമിലി ഉള്ളത് കൊണ്ട് എനിക്ക് വാതിൽ തുറന്നിട്ട് ഒച്ചപ്പാടാക്കാനോ പിന്നെ വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. കാരണം നല്ല ഒച്ചപ്പാടാക്കി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാതിൽ ഉന്തി തള്ളിയിട്ടുള്ളൂ. ഉന്തി തള്ളിയപ്പോൾ ഞാൻ എന്താക്കി പിന്നെ ഈ വാതിൽ ഉന്തി തള്ളിയപ്പോൾ ഞാൻ വാതിലെടുത്ത് ഞാനും എനിക്ക് ആന നമുക്ക് എതിർത്ത് നിൽക്കാനാവില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫാമിലിനെ ഓർത്തിട്ട് ഞാൻ എന്താക്കി ആ വാതിൽ തള്ളി പിടിച്ചു, ഞാനും തള്ളി പിടിച്ചു. അപ്പോൾ എന്തൊക്കെ അങ്ങോട്ട് തള്ളുന്നത്, ഞാൻ അവിടെ ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയോട് നെയ്ച്ചിട്ട് ഞാൻ പറഞ്ഞു ബേക്ക് ഫസ്റ്റ് വാതിൽ തുറക്കുന്നു പറഞ്ഞു. ബേക്ക് ഫസ്റ്റ് ആന പോയപ്പോൾ പിന്നെ അവർ ബേക്ക് ഫസ്റ്റ് എന്താക്കി ഫാമിലിയൊക്കെ വേക്കോട്ട് പോയപ്പോൾ എന്താക്കി അവിടെ പോയിട്ട് വാതിൽ തുറക്കുമ്പോൾ ആന ഈ സൗണ്ട് കേട്ട് വന്നു. ആന സ്മെല്ല് സൗണ്ട് കേട്ട്. അപ്പോൾ എന്താക്കി ആന ഇവിടുന്ന് നേരെ അങ്ങോട്ട് വേക്കോട്ട് പോയപ്പോൾ അവിടെ ചക്ക ഉണ്ടായി. ആ ചക്കൻ്റെ ഇതിൽ മല്ലിപ്പിടുത്ത് തിന്നൽ തുടങ്ങിയപ്പോൾ എന്താക്കി അത് വിട്ടപ്പോൾ എന്താക്കി ചക്ക തിന്ന് തീരുന്നതിന് മുന്നേ ഞാൻ അപ്പപ്പാറ അവിടുത്തെ അവിടെ പുറശ്ശേരി വിളിച്ചിട്ടുണ്ടായി. ഇവർ തോൽപ്പെട്ടി ഇവിടെ അടുത്തുണ്ട്. അപ്പപ്പാറ 4-5 കിലോമീറ്റർ എത്തുന്നതിനും തോൽപ്പെട്ടിക്കാരോട് എത്തും. അപ്പോൾ ആ ഒരു എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട്
പിന്നെ എന്തൊക്കെ ചക്ക തിന്നുമ്പോഴത്തേനും തിന്ന് തീരുമ്പോഴത്തേനും ഫോറസ്റ്റുകാർ തോൽപ്പെട്ടിന്ന് ഫോറസ്റ്റുകാരോട് എത്തി അവരോട് നിന്ന് കണ്ടിട്ടുണ്ടാവും. അവർ ഇവിടുന്ന് അവർ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരേണ്ട വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞ് കൃത്യസ്ഥലം പറഞ്ഞു കൊടുത്തേന്. അതിൽ കൂടെ പെട്ടെന്ന് ഇറങ്ങി വരേണ്ട ആലക്കോട്ടെ ഒരു ആലക്കോട്ടുണ്ട്, ആലക്കോട്ടയുണ്ട്. ആ ആലക്കോട്ടേൻ്റെ അവിടെ നിന്നിട്ട് നോക്കുക, എന്നിട്ട് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ വന്നപ്പോൾ ആലക്കോട്ടേൻ്റെ അവിടെ ഉണ്ട്. നമ്മൾ ആ സൈഡ് ആലക്കോട്ടേൻ്റെ അവിടെ നോക്കി താഴേക്ക് നോക്കിയാൽ കാണും കറക്റ്റ് ആനയുള്ളത്. അപ്പോൾ അവർ വന്ന് ആന കണ്ടു വന്ന് പടക്കെല്ലാം പൊട്ടിച്ച് പിന്നെ വെച്ച് പടക്കാക്കിയപ്പോൾ ആന പോയി. അതിന്റെ മുന്നാണ് ഈ സംഭവം. ഇവിടെ ഒന്ന് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇറങ്ങി വന്നത്. ഇവിടെയൊക്കെ ചവിട്ടിയ പാട് നമുക്ക് ചവിട്ടി പോയ അതിലിറങ്ങി വന്ന് ഇതിന്റെ ഉള്ളിൽ കയറി. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെയാണ് കാസ്റ്റ് ഇട്ടത്. ഇതിന്റെ ഉള്ളിൽ കയറി ഇവിടെ കാസ്റ്റ് ഇട്ട് എന്നിട്ടാണ് ഇവിടെ ഇത് കുത്തി കണ്ടോ, ഇത് കുത്തി പൊളിച്ചതാ. ഇത് കടയുന്നില്ല, ശരി കടയുന്നില്ല. ഇതെല്ലാം ഉണ്ടോ കുത്തി പൊളിച്ച്. ഇവിടെ ഉള്ള തുണി ഇതാ. ഈ തുണി ഇതൊന്നും മാത്രമല്ല, ഒരുപാട് തുണികൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് കടിച്ച് ചമച്ച് കുത്തി എന്തൊക്കെയാക്കി ഇതുണ്ട്. ഒരു പ്രത്യേക സ്വഭാവം. ആന തുണി കടിച്ച് ചവച്ചല്ലേ? അലക്കിട്ടിരുന്ന തുണിയാണ്. ഇവിടെ ഇട്ട തുണി അത്. ആന അപ്പൊ ഇതിന്റെ അകത്ത് കയറി ഇങ്ങനെ നിന്ന് തെളിവ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കാസ്റ്റ് ഇട്ട് ആനപ്പണ്ടുണ്ടായിരുന്നു. ആനപ്പണ്ടത്തിന്റെ വീട് എൻ്റെ അടുത്തുണ്ട്. ആനപ്പണ്ടൊക്കെ ചേട്ടനടുത്ത് മാറ്റിയാട്ടെ. ഞാൻ ഇപ്പം അതിൻ്റെ എന്തായാലും ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാത്രമൊക്കെ അവിടെ തന്നെ അതൊന്നും ആകില്ല. വീടൊക്കെ ഇതാ കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ. എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഒരു അരമണിക്കൂർ അരമണിക്കൂർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒച്ചപ്പാടൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഫോറസ്റ്റുകാർ വരാനുള്ള സമയം നമുക്ക് ഉണ്ടാവും. നമ്മളെ ചിലപ്പോൾ അങ്ങനെ അരമണിക്കൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ ഒരു കാര്യം. ഞാനുണ്ട്, എന്റെ വൈഫുണ്ട്, എന്റെ മോനുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, അവരൊക്കെ എല്ലാവരും ഉണ്ട്. ഫാമിലി എല്ലാം ഉണ്ടായി. ഫാമിലി എല്ലാവരും ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സർക്കാരിന് ഒരു 10 ലക്ഷം കിട്ടി. ഇപ്പൊ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ട് പാരിതോഷികമായിട്ട് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവര് ജീവിക്കണ്ടേ? ആ കിട്ടിക്കൊണ്ട് കാര്യമില്ല. അതിന്റെ മുന്നേ എന്തെങ്കിലും ഒരു പ്രതിവിധി സർക്കാരിൽ നിന്ന് ഉണ്ടാവണം. അതാണ് തീരുമാനം. എനിക്ക് മാത്രമല്ല, എന്റെ ഒരു അനുഭവം പോട്ടെ, എന്റെ ഇവിടെ ഈ പ്രദേശവാസികൾക്ക് മൊത്തം ഈ ഒരു ആന കൊണ്ടൊരു പ്രശ്നം, വമ്പ പ്രശ്നം. പിന്നെ ആളുണ്ട് എന്ന് അറിഞ്ഞാൽ എന്തായാലും കൺഫേം ആയിട്ടില്ല. ഇങ്ങനെ ഇതുവരെ ഉണ്ടായില്ല. ബാക്ക് പോയത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പേടിയല്ല, ജീവിക്കണ്ടേ? എന്ത് ഉറപ്പില്ല ഇപ്പൊ ഇവിടെ ജീവിക്കും നമ്മളിപ്പോ. പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവറായതുകൊണ്ട് ഏത് സമയത്ത് എപ്പോഴാണ് വരിക ഒരു കാരണം എനിക്കൊന്നും ഉറപ്പാൻ പറ്റില്ല. ഒരാൾ വിളിച്ചിട്ട് രാത്രി 10 മണിക്കോ 11 മണിക്കോ വിളിച്ചിട്ട് ഞാൻ ടാക്സി ഡ്രൈവർ ഓട്ടം വിളിച്ചാൽ പോകണം, നിർബന്ധമായിട്ടും പോകണം. ടാക്സി ഡ്രൈവറായതുകൊണ്ട് തന്നെ ചെയ്യണം. ആ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചാൽ ഇവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഇവർക്ക് എന്ത് സംഭവിച്ചു? പിന്നെ ഇവർക്ക് വേണ്ടി നമ്മൾ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്, പണിയെടുക്കുന്നത്, എനിക്കുന്നൊക്കെ. അപ്പോൾ നമ്മൾ പണിയെടുത്ത് വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. ഇവിടുന്ന് പാടത്ര ഇല്ല. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നശിപ്പിക്കുന്നില്ല. വാല് തുറന്നപ്പോൾ ആന സൗണ്ട് കേട്ട് നേരെ ഇങ്ങോട്ട് വന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ട് വന്ന് ഇവിടം വരെ വന്ന് ഇവിടെ എന്നിട്ട് ഫോറസ്റ്റുകാർ വന്നപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയത്. ഫോറസ്റ്റുകാർക്ക് ഇവിടുന്ന് കാണാം. ഇത് റോഡാണല്ലോ. അവിടെ നോക്കിയാൽ കാണാം. ചക്ക പിടിഞ്ഞ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗ്യം നമ്മള് കഴിച്ചു. ശ്രദ്ധ മാറിപ്പോയി. അത് തിന്ന് തീരുമ്പോഴത്തേനും ഫോറസ്റ്റുകാരോട് എത്തി. വീടിന്റെ തിണ്ണലൊക്കെ അത്രയും സമയം നമ്മൾ ജീവൻ പണയം വെച്ച് നിൽക്കായിരുന്നു.
ആയുസ് പകുതി തീർന്നുണ്ടാവും അല്ലേ? പിന്നെ ആയുസ് തീർന്നു. ഇത് അമ്മാരെ കുത്തല്ലേ കുത്തുന്നത്. അതെ അതെ. കുത്തിയത് തുറക്കാത്തത് ഇപ്പൊ എന്റെ ഭാഗ്യം, ദൈവത്തിന്റെ ഏത് ഭാഗ്യം കൊണ്ടായിരിക്കും അത് ഉള്ളിൽ തുറന്ന് കയറാത്തത്. ആ സമയം കൊണ്ട് അപ്പത്തിന് എനിക്ക് ആ ബുദ്ധി തോന്നി ഇവരോട് ഇങ്ങോട്ട് മാറാൻ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടേ കൊണ്ട് ഞാൻ അപ്പുറത്ത് കൂടെ വേക്കോട്ട് ഇവിടെ വന്നു. ഞങ്ങൾ കണ്ടില്ലേ, ഇവിടെ വന്നേ കൊണ്ട് ഇവിടെ ഒരു ചക്ക ഉണ്ടായതുകൊണ്ട് ആ ശ്രദ്ധ അതിലേക്ക് പോയി. അപ്പത്തിനും പുറശ്ശേർ വന്ന് അവിടെ വന്ന് നോക്കിയവർ കണ്ട് പടക്കം പൊട്ടിയിലാണെങ്കിൽ ഒരു പക്ഷേ അത് പിന്നെ ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ കൊടുക്കറും ഇതാട്ടോ ഇവിടുത്തെ ഒരു സ്ഥിതി. വീടിന്റെ തുണിയൊക്കെ ഇവിടെ എല്ലാം വലിച്ചു വിട്ടിട്ടുണ്ട്. എല്ലാ തുണി ഇവിടെ വലിച്ചിട്ടുണ്ട്. എല്ലാ തുണി ഇവിടെ വലിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, 2-3 പെയിന്റ് 3-4 പെയിന്റും ഇതൊക്കെ വലിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. വീടായിട്ട് കുത്തിയ പാടായിട്ട് കാണുന്നത്. ആന ഇതിൻ്റെ അകത്ത് കുടുങ്ങി പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ളൂ. അത്രേ വലിപ്പമുള്ളൂ. ചെറിയ കൊമ്പുമാണ്. ഇത്രയും ചെറുപ്പത്തിൽ ആന ഇങ്ങനെ തുടങ്ങുവാണെങ്കിലേ. അതെ, ഇവിടെ എനിക്ക് മാത്രം ഒരു അനുഭവം എന്ന് വെച്ചാൽ പോട്ടെ എന്ന് പറയാം. ഇവിടെ പ്രദേശവാസികൾ എല്ലായിടത്തും ഇതേ അവസ്ഥ ഉണ്ടല്ലേ? ഇതേപോലത്തെ സംഭവം വീട് കുത്തിപ്പൊളിക്കുന്ന മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിനുള്ളിൽ എന്തെങ്കിലും സൗണ്ട് ആളാണൊക്കെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വീട് കുത്തിപ്പൊളിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ വീട്ടിലെ ഈ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ വന്ന് വീടിൻ്റെ വാതിൽ കുത്തിപ്പൊളിക്കുക, അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ചേട്ടൻ വാതിൽ തള്ളിപ്പിടിച്ചാണ് കുറേ നേരം കുടുംബത്തെ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ. ഒത്തിരി വലിപ്പമുള്ള ആനയല്ല, ഉള്ളംകൊമ്പെന്നാണ് ഈ ആനേനെ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. അധികം ഹൈറ്റില്ല, ചെറിയ കൊമ്പാണ്. പക്ഷേ ആന വളരെ അക്രമാസക്തമായിട്ടുള്ളൊരു ആനയാണ്. ആളെ നേരിട്ട് കിട്ടിയ ആന കൊല്ലും. അതാണ് ആനയുടെ ഒരു പ്രകൃതം. ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്ക് ഭയങ്കര കലിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഡ്രസ്സൊക്കെ നൈറ്റിയൊക്കെ കടിച്ച് കീറി ചവച്ച് വെച്ചിരിക്കുന്ന ഒരു ആന ഡ്രസ്സൊക്കെ ചവച്ച് വെക്കുന്ന ഒരു സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ആനയുടെ, അപ്പോൾ അത്രത്തോളം വയലൻ്റ് ആയിട്ടുള്ളൊരു ആനയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറി ആനപ്പിണ്ടൊക്കെ വീടിൻ്റെ ചാർത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, സിറ്റ് ഔട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി എത്ര ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ആന അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞു അരമണിക്കൂർ ആന ഇവിടെ ഉണ്ടായിരുന്നു. വാതിൽ കുത്തി തുറന്ന് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ കുടുംബത്തെ രക്ഷിക്കേണ്ട ആ ഒരു സ്ഥിതിക്ക് പുള്ളി വാതിൽ തള്ളിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒത്തിരി അടച്ചപ്പോൾ വലിയ ബലമുള്ള വീടൊന്നുമല്ല, വലിയ വാർക്ക വീടൊന്നുമല്ല. അപ്പോൾ ആന ഒരു കുത്തിയാൽ ഒരു പക്ഷേ ഈ വീട് മുഴുവനായിട്ട് പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അദ്ദേഹം ജീപ്പ് ഡ്രൈവറാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് രാത്രിക്കും വീട്ടിലേക്കൊക്കെ വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടയൊക്കെ അവസ്ഥ ഉണ്ടാകും. പക്ഷേ ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കില്ല. ഇതൊക്കെ തോട്ടം മേഖലയാണ്. ഈ തോട്ടം മേഖലയിലാണ് ആന ഇങ്ങനെ വലസി നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കാട്ടിലുള്ള ആനയ്ക്കൊന്നും ഇപ്പം കാട്ടിലൊന്നും നിൽക്കാനായിട്ട് ഒരു താല്പര്യമില്ല. ഓരോ മേഖല തിരിച്ച് ആനകൾ സ്ഥിരമായിട്ട് ഓരോ മേഖലകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ കഴിക്കാനില്ലാത്തതുകൊണ്ടാണോ അതെയോ ആനകൾക്ക് നാട്ടിലെ ഭക്ഷണം പിടിച്ചു പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ഈ മനുഷ്യരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരിച്ചാൽ മനസ്സിലാവില്ല. കാരണം വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ആന ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വാതിലൊക്കെ ഇങ്ങനെ തള്ളി തുറക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായേ തീരുള്ളൂ. വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുപോലത്തെ സംഭവങ്ങൾ ഈ പ്രദേശത്ത് ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ആനയുടെ ഒരു പ്രകടനമൊക്കെ. അപ്പോൾ ആന എത്രയും പെട്ടെന്ന് ഈ ആനേനെ ഒന്നെങ്കിൽ ഇവിടുന്ന് പിടിച്ച് മാറ്റുക, അല്ലെങ്കിൽ ആനേനെ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള വൈദ്യുതി ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഫോറസ്റ്റ് വാച്ചർമാരെ നിയമിക്കണം എന്നൊക്കെയാണ് ആൾക്കാർ ഇവിടെയുള്ള പ്രദേശവാസികളുടെ ആവശ്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാകട്ടെ. കാരണം ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഈ വർഷം തന്നെ എത്ര പേര് ആനയുടെ ആക്രമണത്തിൽ മരിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും നമ്മളിനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.